അന്യോങ് ആർമീസ്. അപ്പോൾ 2 ദിവസം മുന്നേ ജിമിൻ ഒരു 20 മിനിറ്റോളം വരുന്ന ഒരു ലൈവ് വ്യൂവേഴ്സിൽ വന്നിരുന്നു. ഈ ഒരു ലൈവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇങ്ങനെ അപ്പം തന്നെ ചെയ്യണമെന്ന് വെച്ചാണ്. പക്ഷേ ചില സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം അത് ഇങ്ങനെ നീണ്ടു. അപ്പോൾ ആ ഒരു ലൈവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ കോൺസേർട്ട് കഴിഞ്ഞ് വന്ന ഉടനെ ആർമീസിന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ജിമിൻ ഈ ഒരു ലൈവ് വന്നിരുന്നത്. പക്ഷേ ആ ഒരു കോൺസേർട്ടിന്റെ അന്ന് ആകെ മഴയായിരുന്നല്ലോ. അപ്പോൾ ജിമിൻ ഒക്കെ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ ജിമിന്റെ ഹെയറും അതേപോലെ തന്നെ മുഖവും ഒക്കെ കൂടെ ആകെ ഒരു കോലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജിമിൻ പറയേണ്ട ഈ മുടിയൊന്നും ശരിയല്ല നിൽക്കുന്നത്. അതായത് ആർമീസിന്റെ മുന്നിൽ വരാനുള്ളൊരു ചടപ്പ് അങ്ങനെ നിൽക്കുന്ന കോലം കൊണ്ട് തന്നെ. എന്തായാലും ഈ ഒരു ചടപ്പും കൊണ്ട് ആള് പോയിട്ട് തൊപ്പിട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആള് പറയുന്നുണ്ട് ഈ ഒരു ലൈവ് ഒരു മിസ്റ്റേക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, അതായത് റോങ് ബട്ടൺ ഞെക്കിയപ്പോൾ ഈ ഒരു ലൈവ് സ്റ്റാർട്ടായി പോയതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ അന്ന് കോൺസേർട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നതെന്നുള്ള ജിമ്മി പറയുന്നുണ്ട്. അതായത് എല്ലാവരും പോണത് കണ്ടതിന് ശേഷമാണ് ഞാൻ വന്നതെന്നൊക്കെ ജിമ്മി പറയുന്നുണ്ട്. പിന്നെ ഇരുന്നിട്ട് സെറ്റ് ആയില്ല എന്ന് തോന്നിട്ട് ആളെ എണീറ്റ് പോയിട്ട് ആ ഒരു തൊപ്പി ഊരി വെക്കേണ്ടത്, അതായത് മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജിമിൻ. അങ്ങനെ പിന്നെ തിരിച്ചു വന്നിട്ട് എന്നിട്ട് ആള് പറയുന്നുണ്ട് എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ കിടക്കണോണ്ട് എന്നെ കാണാൻ എന്തോ പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അത്ര വലിയ സംഭവം ഒന്നും ആയിട്ടല്ല, എന്നാലും എന്തോ പോലെ ഉണ്ടെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അഴിച്ച് കളഞ്ഞ തൊപ്പി തരയുണ്ട്, അത് എവിടെയെന്ന് കാണാനല്ല. ആ സമയത്ത് ആൾ പറയുന്നുണ്ട് ഞാൻ ഹൂഡിയല്ല ഇട്ടിട്ടുള്ള, ഇത് തലയിൽ കൂടെ ഇട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇട്ടിട്ടും വലിയ ഇതൊന്നുമില്ല, എന്നെ കാണാൻ ഒരു രസമില്ല ഇപ്പോൾ കാണാന്നുള്ളത് ജിമിൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ജിമിൻ പറയുന്നത് എൻ്റെ മുഖം എന്തോ പോലെ ഉണ്ട്, അഗ്ലിയാണ് എന്നെ ഇപ്പോൾ കാണാമെന്നാണ് പറയുന്നത്. ജിമിൻ അങ്ങനെ പറയുമ്പോൾ നമ്മളപ്പോൾ ഉള്ളവരൊക്കെ എന്ത് പറയണം. എന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് നോക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഹൂഡീൻ്റെ തൊപ്പി എന്നിട്ട് മാറ്റി നോക്കുമ്പോൾ ഇത് ഇനി ശരിയല്ല എന്നുള്ള തൊപ്പി വീണ്ടും ഇടുന്നുണ്ട്. സംഭവം സത്യം പറഞ്ഞാൽ ആ ഒരു ലൈവ് വന്നത് അബദ്ധമാണോ എന്ന് തോന്നിപ്പോയി. വേറൊന്നല്ല, ആർമീസിനെ കണ്ടിട്ട് ഹായ് പറയണം താനും എന്ന ആ ഒരു കോലത്തിൽ ഇരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല താനും. അതുകൊണ്ട് ജിമിൻ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് മാത്രം കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒക്ടോപ്പസ് ബിംബോബ കഴിച്ചിട്ട് വരികയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്പൈസിനെസ് കൊണ്ട് ചുണ്ടൊക്കെ ചോർന്നിരിക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോൺസേർട്ടൊക്കെ നല്ല രീതിക്ക് പോയി. കോൺസേർട്ടിന് വന്ന എല്ലാ ആർമീസിനോടും താങ്ക്സ് പറയുന്നുണ്ട്, അവിടെ നിന്ന് എല്ലാ ആർമീസിനോടും താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കോൺസേർട്ടിന് ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ആർമീസിനും ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റേതായ. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു മഴ കൊണ്ടുകൊണ്ട് അവർക്കൊക്കെ പനി പിടിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ ആ ഒരു കോൺസേർട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് ടൈമിന് ശേഷം അങ്ങനെ ഒരു കോൺസേർട്ട് ചെയ്യുന്നത്, ഫാൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ വരുന്നതൊക്കെ, അപ്പോൾ അതിൻ്റേതായ ഹാപ്പിനെസ് ഉണ്ട്, നല്ല ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഒരു കൊറിയത്തെ കോൺസേർട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി ലൈവ്, പക്ഷേ എനിക്ക് ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനും അതേപോലെ തന്നെ ആർമീസൊക്കെ ഓക്കെ അല്ലെന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാൻ എല്ലാവരോടും ഹായ് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈവ് വന്നതെന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. പിന്നെയും ജിമിൻ തൻ്റെ മുഖത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, മുഖം എന്തോ പോലെ ഉണ്ട്, ഇപ്പോൾ പ്രായമായതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇന്ന് മഴ കാരണം തന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറേ മൂവ്സും കാര്യങ്ങളും, അതായത് കുറേ പ്ലാൻ ചെയ്തതാണ് ഡാൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ മഴയാണ്, പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ കാരണം പിന്നെ ഫയർ വർക്ക്സ് ഒന്നും വന്നില്ല, സ്റ്റേജും തന്നെ ആകെ വെള്ളത്തിലായിരുന്നു. അതിൻ്റേതായ ലിമിറ്റേഷൻസ് കൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ വന്ന ആർമീസ് ഞങ്ങൾ ചെയ്തത് എൻജോയ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ്, ഞാൻ കുറച്ചെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കുറച്ചെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിനെ അത്രത്തോളം സമാധാനത്തിലാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ആരോടാ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഇതിപ്പോൾ ആരോടാ ചോദിക്കാനുള്ളത് എനിക്കറിയില്ല. വന്ന ആർമീസൊക്കെ നല്ല എൻജോയ് ചെയ്ത പോലെയാണ് കണ്ടത്, എന്നാലും എന്താണെന്ന് അറിയില്ലല്ലോ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടൊക്കെ എന്നുള്ളത് ജിം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തവണത്തെ ഈ ഒരു ആൽബം ആയാലും ഈ ഒരു കോൺസേർട്ടായാലും എല്ലാതും ഞങ്ങൾ 100% ആർമീസിന് തരണം എന്നുണ്ടെന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങൾ നിൽക്കില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, എങ്ങനെ പുതിയ പുതിയ ചലഞ്ചുകൾ നേരിട്ടിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞില്ല തോന്നുമ്പോൾ വീണ്ടും ഇവിടെ വരും, അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് പോവും. അപ്പം ഞങ്ങൾ ആ ചെയ്യുന്നതിന്, അപ്പം ഞങ്ങൾ ആർമീസ് വിശ്വസിക്കുന്നതിന് ഉള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് തിരിച്ച് ആർമീസിന് തരണം എന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ ആർമീസിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടൈമിന് ശേഷം ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നോണ്ട് തന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു കിട്ടിയില്ല, അതായത് തോട്ട്സ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതായത് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കും, എന്നിട്ട് അതിലെന്താ ഫിക്സ് ചെയ്യാനുള്ള വെച്ചാൽ ഫിക്സ് ചെയ്യും, ഞങ്ങൾ എങ്ങനെ നേരെയാവേണ്ടതെന്ന് വെച്ചാൽ നേരെയാവും. ഇനി ഞങ്ങൾ നല്ലതായിട്ട് ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം അതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജിമിൻ ആർമീസിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് നിങ്ങളൊക്കെ വന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ ഇങ്ങനെ രണ്ടാമത് കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
എന്താ അപ്പോൾ ഈ ഒരു മഴ ഉണ്ടായിട്ടും നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായതിന് വളരെ നന്ദിയുണ്ട്. ഇനി ആ ഒരു മഴയും കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും അസുഖം വരാതിരിക്കട്ടെ. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എന്നിട്ട് വീണ്ടും മുഖം നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ മഴ നല്ലോണം കൊണ്ടുകൊണ്ട് തന്നെ മുഖത്ത് അധികമൊന്നും മേക്കപ്പ് ഇല്ല, അത്യാവശ്യം എല്ലാ മേക്കപ്പും പോയിട്ടുണ്ട്, പക്ഷെ ചില പാർട്ടിൽ അവിടെ ഇവിടെ ആയിട്ട് മാത്രം നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഒരുമാതിരി വേർഡായിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി മെമ്പേഴ്സൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ എങ്ങനെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാക്കി മെമ്പേഴ്സൊക്കെ നല്ലതായിരിക്കുന്നുണ്ട്. ഞങ്ങളിടയിൽ ഞങ്ങൾ തമ്മിൽ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് കൂടുതലാണ് സംസാരം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ആൽബത്തിൽ തന്നെ ആകുമ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വലി പ്രൊജക്ട്സ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾക്ക് അതായത് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. എന്താ ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവും എന്നുള്ള ആ ഒരു അഭിപ്രായങ്ങൾ എല്ലാവരും അടുത്തുനിന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. എന്നിട്ട് ജിമിൻ പറയുന്നുണ്ട് ഈ ഒരു നേരത്തെ നിങ്ങളെയൊക്കെ എണീപ്പിച്ചിരുത്തിയാൽ സോറി, ഞാൻ പോയി കുളിച്ചിട്ട് പനിയോ ജലദോഷം അങ്ങനെയൊക്കെ വരാനുള്ളതിനുള്ള ഗുളിക കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ കാലത്തിന് ശേഷം ഈ ഒരു സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ട് എൻ്റെ വയറ് സുഖാവില്ലേ എന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ കാത്തിരുന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഇനി അങ്ങനെ പോട്ടെ, ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ അത് പറയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. ഞങ്ങളെ ഫീലിങ്സ് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാട്ടോ ജിം പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ നന്നായി എൻജോയ് ചെയ്യുന്നത്, അതായത് എനിക്ക് ഇപ്പോഴത്തെ അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു സിറ്റുവേഷൻ ഈ കാര്യങ്ങളും എല്ലാതും എനിക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ തന്നെ ഇതിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, ഇതിനും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫ്സിനെ, അതേപോലെ തന്നെ കൊറിയോഗ്രാഫർ, ഡയറക്ടർ, പിന്നെ അവരുടെ ഡാൻസേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ജിമിൻ നന്ദി പറയുന്നുണ്ട്. അതേപോലെ മെമ്പേഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ഇതിലും നല്ല പെർഫോമൻസ് ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുള്ള ആർമീസിൻ്റെ എല്ലാവരും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ, ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടി നല്ല പെർഫോമൻസ് എല്ലാവരും മുന്നിൽ ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ കുളിക്കാൻ പോട്ടെ, കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കോലത്തിൽ നിങ്ങളെ മുന്നിൽ വന്നതിന് സോറി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും നെക്സ്റ്റ് പെർഫോമൻസ് ഞങ്ങൾ ഇതിൽ നല്ലതായിട്ട് ചെയ്യും, നാളെ കാണാൻ പറ്റില്ല അതിൻ്റെ പിറ്റേന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിമിനി ഒരു ലൈവ് എൻഡ് ആക്കിയിട്ട് പോണത്.